ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി ചർച്ച മധ്യകേരളത്തിലും സജീവമായി കഴിഞ്ഞു. ഇന്നലെ നടന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആലത്തൂർ, ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ചു. കോൺഗ്രസിന്റെ സമരാഗ്നി ഇന്ന് തൃശ്ശൂരിലെത്തും. 10 മണിക്ക് KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതേസമയം വ്യാജ പാസ്പോർട്ടുമായി നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ ശേഷം പോലീസ് ജീപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ബംഗ്ലാദേശ് സ്വദേശിയെ അംസാദ് ഹുസൈൻ ലക്ഷ്യം വെച്ചത് ബഹ്റിനിലേക്ക് കടക്കാൻ. അംസാദ് ഹുസൈന് വ്യാജ പാസ്പോർട്ട് തരപ്പെടുത്തി നൽകിയത് കൽക്കട്ടയിൽ നിന്നും എന്ന് വ്യക്തമായി. സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയും അന്വേഷണം ആരംഭിച്ചു. കൂടാതെ എറണാകുളം പറവൂർ കോട്ടക്കാവ് മാർത്തോമ സിറോ മലബാർ പള്ളിയിൽ സംഘർഷം. ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്ന വികാരി ജോസ് പുതിയിടത്തിനെതിരെ പ്രതിഷേധം. ഏകീകൃത കുർബാന മതിയെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഇവരുമായി സുധീഷ് ഗോപാൽ ചിരികാട്. സുധീഷ്, ഗുഡ് മോർണിംഗ്. ഒട്ടേറെ വാർത്തകളുണ്ട് മധ്യ കേരളത്തിൽ. നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPMന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ആ ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം. KP സുരേഷ്, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ചില മന്ത്രിമാരെ അടക്കം, ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിയെ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ശ്രമമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിനെയാണ് ചാലക്കുടിയിലേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം പിന്നോക്ക മന്ത്രിയായ രാധാകൃഷ്ണനെ ആലത്തൂരിൽ പരിഗണിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ശ്രമത്തിലൂടെ ഒരു വിജയം, ഇല്ലെങ്കിൽ ജനങ്ങളെ, ഇല്ലെങ്കിൽ വോട്ടർമാരെ പരിചയപ്പെടുത്തേണ്ട ഒരു പ്രയാസമില്ലാത്ത നേതാക്കളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാനുള്ള ഒരു ശ്രമമാണ് CPMന്റെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ആ രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ചേർത്ത് പറയേണ്ടത്, ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ അവിടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കം നടക്കുന്നുണ്ട്. നമുക്കറിയാം, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VM സുധീരൻ, കരിമണൽ ഖനനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത VM സുധീരനെ മുന്നണിയിൽപ്പെട്ടവർ തന്നെ, ഇല്ലെങ്കിൽ ആ രീതിയിൽ കരിമണൽ ഖനന ലോബിയുമായി ബന്ധപ്പെട്ടവർ പരാജയപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന പോലെ അത്തരത്തിൽ കരിമണൽ ഖനനത്തിന് എതിരെ നിൽക്കുന്നവരെ ഒഴിവാക്കി നിർത്തുന്നതിനുള്ള ശ്രമം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഇടപെടൽ തന്നെയാണ്, ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് തന്നെയാണ്, ഇത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യകേരളത്തിലെ വിശദാംശങ്ങളുമായി, വാർത്തകളുടെ വിവരങ്ങളുമായി സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.